രതീഷ് ചക്രപാണി രണ്ട് വിഷയങ്ങളിലും വളരെ വ്യക്തമായി ബേസിൽ പാറേക്കുടി മറുപടി പറഞ്ഞു. പക്ഷേ ആ മറുപടിക്ക് കാതലും കാമ്പും രൂപപ്പെടാത്തത് കോൺഗ്രസും വി.ഡി. സതീശനും ചെയ്ത ചെയ്തികളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, അതൃപ്തി അറിയിച്ചു, അത് വോക്കലിയാണ്, അത് ഓറലിയാണ്. അത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചത് വാക്കാൽ ഫോണിലാകാം. രണ്ട്, ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടത് ഇത്രയേറെ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ ഒരു ദ്രുതഗതിയും പ്രളയബാധിതരോട് കാട്ടാത്ത മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നത്? ഇത്ര വേഗത്തിൽ പോയി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് അത് ധൂർത്തല്ലേ? അത് ആധുനിക കാലത്തിനനുസരിച്ചുള്ള രീതിയാണ്. അതാണ് പാറേക്കുടിയുടെ മറുപടി. ഇതിന് രണ്ടിനും താങ്കളുടെ വിശദീകരണം. ഇതിലേറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിൽ പാറേക്കുടി വളരെ ഖേദത്തോടെ പറയട്ടെ, കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ജനങ്ങളെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇത് മറ്റേ ഞാനും അജീബ് ഷാദ് പോലെയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളാരെങ്കിലും ബേസിൽ പാറേക്കുടിയോ രണ്ടുപേരും കൂടി തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചായ മേടിച്ച് കുടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ആ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സ്വന്തം വിഴിഞ്ഞ പോർട്ട് എന്ന് പറയുന്നത് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് AVPPL എന്ന് പറയുന്ന അദാനം വിഴിഞ്ഞ പോർട്ട് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തി അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് മെയിലിലൂടെയോ കത്തിലൂടെയോ ഒഫീഷ്യലി അല്ലാതെ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ CEOക്കോ പോലും നമുക്കങ്ങനെ അറിയിക്കാൻ കഴിയില്ല. അറിയിച്ചാൽ അതിന് സാധുതയില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇനി അങ്ങനെ അറിയിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ട് കമ്പനികൾ, അത് രണ്ട് ലീഗൽ എൻറ്റിറ്റീസ് ആയിട്ടാണ്. അത് യഥാർത്ഥത്തിൽ നിയമപരമായി ഇപ്പോൾ ഏതെങ്കിലും അഡ്വക്കേറ്റ്സിനെ വിളിച്ചു ചോദിച്ചാൽ, കോർപ്പറേറ്റിലോ കൈകാര്യം ചെയ്യുന്നവരെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും. അല്ലാതെ അവർ മേധാവികൾ തമ്മിൽ പോലും ഇത്തരത്തിലുള്ള പേഴ്സണൽ വാട്സാപ്പ് മെസ്സേജുകളോ ദേഷ്യമാണ് എന്ന് പറയുന്ന ഇമോജി അയക്കുന്നതിലൂടെയൊന്നും അത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ, ഈ കമ്പനിയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. അതെന്തുകൊണ്ടാണ്? അദാനിയുടെ നേതൃത്വത്തിലുള്ള വിഴിഞ്ഞ പോർട്ട് ലിമിറ്റഡിൻ്റെ 49% ഷെയറുകൾ ഇപ്പോൾ 13,000 കോടി രൂപയിലധികം കൊടുത്ത് കൈമാറാൻ പോകുന്ന കമ്പനിയുടെ പേരെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്നാണ്. ഇത് രാവിലെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ കൊയിലാണ്ടിയിലുള്ള കമ്പനിയല്ല. ആ കമ്പനി എന്ന് പറയുന്നത് 2 ലക്ഷത്തിലധികം ജീവനക്കാർ ലോകമെമ്പാടുമുള്ള 930-ലധികം ഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 110-ലധികം വരുന്ന ടെർമിനലുകൾ, അതായത് ഈ കണ്ടെയ്നർ ടെർമിനലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. അപ്പോൾ ആ കമ്പനി ഇങ്ങോട്ട് ഷെയർ എടുക്കാൻ വരുമ്പോഴുള്ള ഒരു വിഷയത്തിൽ നാളെ 60 കൊല്ലത്തേക്ക് മാത്രം നമ്മളൊരു കൺസെഷൻ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു സർക്കാരും അതുപോലെ ഒരു സ്വകാര്യ കമ്പനിയും തമ്മിൽ ഒരു പൊതു സൗകര്യം നിർമ്മിക്കാനോ പ്രവർത്തിപ്പിക്കാനോ വേണ്ടി നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്കുള്ള എഴുത്തുകുത്തുകളും നമ്മളുടെ ഈ പറഞ്ഞ പോലെ അസംതൃപ്തിയും നമ്മളുടെ ഈ പറഞ്ഞ പോലെ അസന്തുഷ്ടിയും എല്ലാം തന്നെ അറിയിക്കേണ്ടത് റിട്ടൺ ആയിട്ടാണ്, വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലൂടെയാണ്. കമ്പനിയുടെ വിളിച്ചിട്ട് നമുക്ക് എന്താണ് അവരുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അറിയിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അത് നടക്കാത്തൊരു കാര്യമാണ്. ഈ കമ്പനിയുടെ കാര്യത്തിൽ ഇത് രണ്ടും ഒരു ഇന്ത്യൻ കമ്പനി പോലും അല്ല. കാരണം എന്താ, ഒരു കമ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ അദാനി വിഴിഞ്ഞ പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന കമ്പനിയുടെ അറിയിക്കുകയും പക്ഷേ എന്നാൽ ആ ബിസിനസ് പോകാതിരിക്കാനുമുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രി നടത്തി എന്നായിക്കൂടെ? അതാണ് ബേസിൽ പാറേക്കുടി ഉദ്ദേശിച്ചത്, ശ്രീ ചക്രപാണി. അല്ല അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു കോർപ്പറേറ്റ് ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എടുക്ക് നമുക്ക് വളരെ മൈൽഡായിട്ടുള്ള ഒരു ലെറ്റർ അയക്കാം. അതായത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യമുണ്ടായി, ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ ഏറ്റവും ആദ്യം നമ്മളോട് ഡിസ്കസ് ചെയ്യേണ്ടതായിരുന്നു, അതിൽ നമുക്കൊരു അസന്തുഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കതിന് കോർപ്പറേറ്റിൽ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ടേംസ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു ലെറ്റർ അയക്കുകയും അവർ വേണമെങ്കിൽ അതിനൊരു ഖേദപ്രകടനം നടത്തുകയും ചെയ്യാം. അല്ലെങ്കിൽ അവരതിൻ്റെ വിശദാംശങ്ങൾ എഴുതിക്കൊണ്ട് ഏറ്റവും ആദ്യം ഞങ്ങൾ സെബി അറിയിക്കണം എന്നാണ് നിയമം. അപ്പോൾ അത് കഴിഞ്ഞ് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളിത് പൂർത്തിയാക്കിയിട്ടില്ല, ഞങ്ങളിത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടി പ്രയർ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതിനുള്ള എത്രയോ ലീഗൽ സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ യഥാർത്ഥത്തിൽ ഈ ഡിസ്കഷൻ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഞാൻ കൂടി ഇരിക്കുന്ന ഈ ഡിസ്കഷനിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പോകരുത്, അതുകൊണ്ട് ഞാനത് തിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തൊരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യമോ വാദമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രി പോലും അടുത്ത വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന്. പിന്നെ ഇവിടെ ബേസിൽ പാറേക്കുടി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ചോദ്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാകും, അതിനൊന്നും തർക്കമില്ല, ചോദ്യങ്ങൾ അദ്ദേഹം കേൾക്കാൻ തയ്യാറാവും.
പക്ഷെ അദ്ദേഹം തിരികെ പറയുന്ന മറുപടി അദ്ദേഹത്തിന് തോന്നിയ മറുപടികളാണ് പറയുന്നത്. ഇപ്പോൾ വന്ദേ മാതരം തന്നെ പാടണം എന്നുള്ളത് മുഴുവനായും പാടണം, അതിന് കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കി എന്നുള്ളത് മുതൽ ഏറ്റവും അടുത്ത് പറഞ്ഞ കള്ളം മുതൽ ഇതിനു മുമ്പ് തന്നെ നിരവധി കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നൊരു മറുപടി കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫാക്ട് ചെക്ക് മെഷീനറി കൂടി എന്ത് ചെയ്യണം, വലിയൊരു ഫാക്ട് ചെക്കിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി കൂടി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഈ എയർപോർട്ട് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് കൂർഗിലേക്ക് എത്തിയില്ല, പകരം കണ്ണൂരെത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ളൊരു ചോദ്യം അതിൻ്റെ മുമ്പിലുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കോഴിക്കോട് പോയി. അത് കാപ്പിക്കടയാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ അതിനേക്കാൾ 35 മിനിറ്റ് യാത്ര ചെയ്താൽ 5 പേര് മരണപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് എത്താൻ കഴിയുമായിരുന്നു. വേണമെങ്കിൽ ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ മാറ്റിവെക്കാൻ കഴിയുമായിരുന്നു. എറണാകുളത്ത് വന്നിട്ടുള്ള ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം അദ്ദേഹം നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, സംരംഭകരൊക്കെ വേണ്ടതാണ്. പക്ഷെ അവരോട് പറഞ്ഞാലും മനസ്സിലാവുമല്ലോ, കേരളം വലിയ കെടുതിയിലാണ്, ആ കെടുതിയിൽ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരെങ്കിലും താരങ്ങളെയോ മറ്റാരെങ്കിലും വിളിച്ച് ഉദ്ഘാടനം ചെയ്യൂ, എൻ്റെ പ്രയോറിറ്റി വേറെയാണ്. അങ്ങനെ പ്രയോറിറ്റി വേറെയാണെന്നും കേരളത്തിലെ ഓരോ മനുഷ്യനും അത്തരത്തിൽ പ്രയോറിറ്റി നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് സഹാനുഭൂതി കാണിക്കേണ്ടതാണെന്നും അവരെ സഹായിക്കേണ്ടതാണെന്നുമുള്ള മെസ്സേജ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന പോലെ ലീഡർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ സ്കാമുകളിൽ അന്വേഷണം നേടുന്ന ഒരാളുടെ കല്യാണത്തിന് അദ്ദേഹം പോകുന്നു, അതും അവരുടെ തീർച്ചയായും